ഹായ് എവ്രി വൺ. മെഡിക്കൽ രംഗത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീൽഡ് തന്നെയാണ് ലാബ് എന്ന് പറയുന്നത് അല്ലെ. ലബോറട്ടറി റിസൾട്ട് കിട്ടിയിട്ട് മാത്രമായിരിക്കും പല ഡോക്ടർമാരും രോഗനിർണയം നടത്തുന്നത് തന്നെ ലാബ് ടെസ്റ്റിലൂടെയാണ്. ആ ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഡോക്ടർമാര് പ്രിസ്ക്രിപ്ഷൻ എഴുതുക തന്നെ. സോ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയുള്ള ഏരിയ ആണ് ലബോറട്ടറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു രോഗിയുടെ രോഗനിർണയം നടത്തുന്നത് അതിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. ലബോറട്ടറി അനാലിസിസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് BSc MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഒരു പേഷ്യന്റിന്റെ സാമ്പിൾസ്, അതായത് ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് രോഗങ്ങൾ അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളത് അനലൈസ് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടാണ് ലബോറട്ടറി അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇമ്മ്യൂണോളജി, ഹെമറ്റോളജി, ബ്ലഡ് ബാങ്കിങ് തുടങ്ങിയ ഫീൽഡുകളാണ് ഈ ഒരു കോഴ്സിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് കവറപ്പ് ആവുന്നത്. +2 PCB കമ്പൽസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന്, അതായത് +2 ബയോളജി സയൻസ് സ്ട്രീമിലുള്ള സ്റ്റുഡൻസിന് 50% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. BSc MLT കൂടാതെ തന്നെ ഡിപ്ലോമ MLTയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. BSc MLT ആണെന്നുണ്ടെങ്കിൽ 3+1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പോട് കൂടി വരുന്ന ഒരു കോഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ 2 to 3 ഇയേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. ബോത്ത് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ഇന്ത്യ ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, പ്രൈവറ്റ് ലബോറട്ടറീസ്, ഹെൽത്ത് കെയർ സെന്റേഴ്സിലൊക്കെ പ്രൊഫസേഴ്സ് ആയിട്ടും ലബോറട്ടറി ടെക്നീഷ്യൻസും ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺ ലാബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻസൈഡ് കേരള അഡ്മിഷൻസ് നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ LBS ത്രൂ ആയിരിക്കും അലോട്ട്മെന്റ് ലഭിച്ച അഡ്മിഷൻസ് കിട്ടുക. ഇൻസൈഡ് കേരള നോക്കുന്നവർക്ക് കുഹാസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും അതുപോലെ തന്നെ DME, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ മാത്രം അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ നമുക്ക് ഇൻസൈഡ് മാത്രമല്ല ഔട്ട്സൈഡ് കേരളയിൽ നമുക്ക് കോളേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഏരിയസ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജുകളിൽ സീറ്റ് വേക്കൻസീസ് ഒക്കെ നോക്കി അഡ്മിഷൻസ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കർണാടക ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന കോളേജുകളിലും കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ESA എഡ്യൂക്കേഷൻ.